ഒരു മതവിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നമുക്ക് മാതൃകയായ ശംസുദ്ദീൻ മുബാറക്കിന്റെ നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും ദായിഷ്. യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ ആശയങ്ങളെ തെറ്റായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട്, ആശയങ്ങളെ തെറ്റായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് കേവല മുസ്ലിം നാമധാരികൾ നടത്തുന്ന അക്രമങ്ങളെ അദ്ദേഹം വ്യക്തമായി വരച്ചു കാട്ടി. യഥാർത്ഥ ഇസ്ലാമിന്റെ സന്ദേശം ഇതല്ല. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ സന്ദേശം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർന്നുവന്ന മഹത്തമായ സാമൂഹ്യത്തിൽ തന്റെ സഹോദരനോട് പോലും എങ്ങനെ പെരുമാറണം, അയൽവാസിയോട് എങ്ങനെ പെരുമാറണം, സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മാതൃക അദ്ദേഹം വ്യക്തമായി കാണിച്ചിരുന്നു. പ്രകാരം തന്നെ സലഫി എന്ന ആശയത്തെ അദ്ദേഹം തച്ചു തകർക്കുന്ന ഒരു മനോഹരമായ രംഗം. കേവലം ഞാൻ പറയും, നമ്മൾ ഒരു മതവിദ്യാർത്ഥി നിലയ്ക്ക് കേവലം ഒരു നോവൽ വായിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരു രചനകൾ, ഒരു എഴുത്തുകാരന്റെ കൃതികൾ വായിക്കുമ്പോൾ കേവലം ഒരു ആശയത്തെ മനസ്സിലാക്കുക എന്നല്ല, അതല്ലെങ്കിൽ അദ്ദേഹം അവതരിപ്പിച്ച ഒരു നോവലിന്റെ അതിന്റെ സന്ദർഭ സാഹചര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക എന്നതിലുപരി യഥാർത്ഥത്തിൽ അതിലുള്ള ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എന്താണ് അവരുടെ നിലപാട്, ആ നിലപാടിനെ മനസ്സിലാക്കിക്കൊണ്ട് സാഹിത്യ മേഖലയിൽ നമ്മുടെ എഴുത്തിലും വായനയിലും മതപരമായ സാഹിത്യ രീതിയിൽ, ആ സാഹിത്യ രൂപത്തിലായിരിക്കണം നമ്മുടെ ഇടപെടലുകൾ എന്ന്